ഇതിനകത്ത് കോമഡി എന്താ പറയുക, ഏറ്റവും കൂടുതൽ എൻ്റെ പ്രസംഗത്തെ ഇൻ്റർപ്രിറ്റ് ചെയ്ത് ചെറിയ 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 റൈറ്റപ്സ് ആക്കി പിന്നീട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന കർമ്മ ന്യൂസാണ്. ആ വാക്പ്രയോഗങ്ങൾ, ആ പറയുന്ന രീതി, പറയുന്നത് സ്വന്തം വീട്ടിൽ അമ്മയും പെങ്ങളും മക്കളും പെൺകുട്ടികളും ഇല്ലാത്ത ജനിച്ച ഒരുത്തൻ്റെ വാക്പ്രയോഗങ്ങളാണ്. ഇന്ന് ചലച്ചിത്ര നടൻ ദേവൻ BJPയുടെ ഉപാധ്യക്ഷനാണ്. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന യുവനടൻ കൃത്യമായ പക്ഷത്തേക്ക് എത്തുന്നുണ്ട്. കൃത്യമായ പക്ഷത്ത് മറ്റൊന്ന് സംസാരിച്ചിരുന്ന അനുശ്രീ എന്ന് പറയുന്ന യുവനടി, ഇതൊന്നും വിവാദങ്ങൾക്ക് ഞാൻ പറയുന്നതല്ല, പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും അധികം മനുഷ്യസ്നേഹം ഉണ്ടായിരുന്ന രീതിയിൽ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ കമ്മ്യൂണിസം ജീവൻ എന്ന് കരുതിയ, ഒരു വർഷം മുമ്പ് എന്നെ വിട്ടുപോയ എൻ്റെ അച്ഛനോടുള്ള എൻ്റെ കടമ ഈ ദിവസങ്ങൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇന്നലെയാണ്, കഴിഞ്ഞ വർഷം 19-ാം തീയതി എന്ന് പറയുന്ന ദിവസമാണ് അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. ഡിസംബർ 24-ാം തീയതിയാണ് ഇങ്ങനെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്ന പോലെ പോകുന്ന പോലെ ഓടി നടന്ന അച്ഛൻ കുറച്ച് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം പോകുന്നത്. അച്ഛനും ഞാനും തമ്മിൽ ഉണ്ടായിട്ടുള്ള, ചെറുപ്രായം മുതലുണ്ടായിട്ടുള്ള ആശയ സംവാദങ്ങളാണ് ഒരുപക്ഷെ ഇതുപോലെ മയക്കിന് മുമ്പിൽ എൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് നാട് പ്രതിഷേധത്തിൻ്റെ ഇടങ്ങളിലേക്ക് ഇരമ്പി കയറേണ്ട സമയമാണ് എന്ന് തോന്നുന്ന സമയത്ത് പറയാനുള്ള വാക്കുകൾ എന്നിലുണ്ടാവുന്നത്, അഥവാ പറയുന്ന വാക്കുകൾക്ക് മൂർച്ചയുണ്ടാവുന്നത്. അതിലെല്ലാം വലുതായി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. കുട്ടിയായിരിക്കുന്ന സമയത്ത്, എന്നെന്ന് ഓർമ്മയില്ലാത്തൊരു സമയത്ത്, എന്നാണ് ഏത് പ്രായത്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഓർമ്മയില്ലാത്ത സമയത്ത് അച്ഛൻ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ നീ പോയിട്ട് ഒറ്റപ്പെടുന്നു എന്ന് തോന്നിയാലും, ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നാണ് പറഞ്ഞത്, അവിടെ ചുവന്ന കൊടി പറക്കുന്ന ഒരു കെട്ടിടമുണ്ടാവും. തൊഴിലാളികളുള്ള ഏതൊരു നാട്ടിലും ചെങ്കൊടി പാറുന്ന ഒരു കെട്ടിടമുണ്ടാവും. അതിനകത്ത് കയറിയിട്ട് നീ ഇന്ത്യയിൽ, കേരളത്തിൽ സഖാവ് രാജുവിൻ്റെ മകളാണെന്ന് പറഞ്ഞാൽ നീ എൻ്റെ അടുത്തെത്തും എന്ന് പറഞ്ഞു തന്നൊരു അച്ഛൻ്റെ മകളാണ് ഞാൻ. അതുതന്നെയാണ് ലോകത്ത് ഇടതുപക്ഷ ചിന്താഗതികളുടെയും കമ്മ്യൂണിസത്തിൻ്റെയും മാർക്സിസത്തിൻ്റെയും പ്രസക്തി. എല്ലാവരുടെയും അപവാദങ്ങൾ കാലഹരണപ്പെടുന്നു എന്നുള്ളതാണ്. മാർക്സിസം നമ്മളോട് ആവശ്യപ്പെടുന്നത് കാലദേശങ്ങൾക്ക് അതീതമായി കാലത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് പുതുക്കി മാനവരാശിക്ക് വേണ്ടി സംസാരിക്കാൻ ഈ ലോകത്ത് ഒരേ ഒരു പ്രത്യയശാസ്ത്രമേ ഉള്ളൂ എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളം ബദലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് കേരളം വർഗീയ ഫാസിസ്റ്റുകൾക്ക് പേടി സ്വപ്നമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ കേരളത്തിൽ നിന്ന് ഒറ്റപ്പെട്ടതെങ്കിലും ഫാസിസത്തിനെതിരായി, വർഗീയതയ്ക്കെതിരായി, സംഘപരിവാറിനെതിരായി വളരെ കൃത്യമാണെന്ന് തോന്നുന്ന രീതിയിൽ ഒരു ശബ്ദമോ ആശയമോ വരുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കുന്നവർ, ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഇടത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നിങ്ങൾക്കാണ് അറിയുന്നത്. രാഷ്ട്രീയ പ്രതിരോധങ്ങൾ, പ്രതിഷേധങ്ങൾ, അക്രമങ്ങൾ ഏറ്റവും കൂടുതൽ സഖാക്കളെ ഇല്ലാതാക്കിയ ഒരു നാട്ടിൽ നിന്നുകൊണ്ടാണ്, അഭിമാനപൂർവ്വ രക്തസാക്ഷികളുടെ ചോരയെ തിളക്കമാർന്ന് തന്നെ നെറുകയിൽ പിടിക്കുന്ന ഒരു പറ്റ സഖാക്കളുടെ ഇടയിലാണ് എനിക്കിന്ന് ഈ ഐക്യദാർഢ്യമുള്ളത്. ഇവിടെ ഇനിയും ഉറക്കെ കേരളം സംസാരിക്കും, ഇനിയും ഉറക്കെ കേരളം പറഞ്ഞുകൊണ്ടിരിക്കും വർഗീയതയ്ക്കെതിരെ, സംഘപരിവാർ അജണ്ടകൾക്കെതിരെ. കാരണം കേരളം വളർന്നത് ഓരോ ഗ്രന്ഥാലയങ്ങളിലുമാണ്. കേരളം പഠിച്ചത് ഓരോ വായനശാലകളിൽ നിന്നുമാണ്. കേരളത്തിലെ ജനങ്ങളുടെ പ്രതിരോധത്തിൻ്റെ ശക്തിയും ജീവനും വച്ചത് അക്ഷരങ്ങൾ വായിച്ചു തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾ വെറുതെയല്ല ഇടതുപക്ഷമായത്, അറിവിൻ്റെ ഇടതുപക്ഷമാണ് അവർ. കെ രാജീവൻ പഠന കേന്ദ്രം അത്തരത്തിൽ ഈ നാടിൻ്റെ ഉടുംപാവ് നെയ്ത ഒരിടമാണ്. ആ ഗ്രന്ഥാലയം അത്തരത്തിൽ തന്നെ ചിന്തിക്കുന്നതാണ്. നമുക്കറിയാം ഇന്ന് സൈബർ ആക്രമണം, ഞാൻ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ ഈ ആക്രമണ സ്വഭാവമുള്ള പോസ്റ്റുകൾക്ക് കീഴെ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഷെയർ ചെയ്യപ്പെട്ട, ഇൻ്റർപ്രറ്റ് ചെയ്തേക്കുന്ന ഏറ്റവും കൂടുതൽ, ഇതിനകത്ത് കോമഡി എന്താ പറയുക, ഏറ്റവും കൂടുതൽ എൻ്റെ പ്രസംഗത്തെ ഇൻ്റർപ്രറ്റ് ചെയ്ത് ചെറിയ 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 റൈറ്റപ്സ് ആക്കി പിന്നീട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന കർമ്മ ന്യൂസാണ്. ഉദ്ദേശം നമുക്കെല്ലാവർക്കും അറിയാം.
ഇതിൻ്റെ അടിയിൽ കുറേ ദിവസങ്ങൾ കൂടിയാണ് ഇന്നലെ നമ്മളുടെ കണ്ണൂരുണ്ടായിരുന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സുശീല ഗോപാലൻ അനുസ്മരണത്തിലുണ്ടായ എൻ്റെ പ്രസംഗം പുതിയ യൂട്യൂബ് അപ്ലോഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ നോക്കുന്ന സമയത്താണ് കർമ്മ ന്യൂസിൻ്റെ പുതിയ പോസ്റ്റ് കാണുന്നത്. അതിൻ്റെ ഇടയിൽ 400-600 കമൻസുകളാണ്. 13 മണിക്കൂറായപ്പോൾ 400-600 എത്രയോ അത്രയും കമൻസുകളാണ്, വ്യൂസ് അല്ല. ഇത്രയും കമൻറ്റുകൾ അധിക്ഷേപിച്ചിട്ടുള്ളതാണ്. കുറേ ദിവസങ്ങളായി ഞാൻ കമൻസേ നോക്കുന്നില്ല. ഇന്നലെ അത് നോക്കുമ്പം ഇന്നലെയും അത് അധിക്ഷേപിച്ചിട്ടുള്ളതാണ്. എത്ര ധൈര്യമാർന്ന് നിൽക്കുമ്പോഴും ആ വാക്പ്രയോഗങ്ങൾ, ആ പറയുന്ന രീതി, പറയുന്നത് സ്വന്തം വീട്ടിൽ അമ്മയും പെങ്ങളും മക്കളും പെൺകുട്ടികളും ഇല്ലാത്ത ജനിച്ച ഒരുത്തൻ്റെ വാക്പ്രയോഗങ്ങളാണ്. സ്ത്രീകളുണ്ടാ കൂടെ. അപ്പോൾ പ്രൊഫൈല് നമ്മൾ എടുത്ത് നോക്കും, അത് കള്ളപ്പേരിലുള്ളതുണ്ട്. സ്ത്രീകളുടെ പേരിൽ ആണുങ്ങളുടെ പ്രൊഫൈലുണ്ട്. പക്ഷെ സ്ത്രീകളുണ്ട്. പഠിക്കാത്ത ഒരാൾക്ക് മാത്രമേ, അറിവിൻ്റെ പവിത്രത എന്തെന്ന് അറിയാത്ത ഒരു ആൾക്ക് മാത്രമേ അങ്ങനെ പ്രതികരിക്കാൻ പറ്റൂ. ആ രീതിയിലുള്ള പ്രതികരണങ്ങളുണ്ട്. ഇല്ലായ്മ ചെയ്യാനുള്ള, നിശബ്ദമാക്കാനുള്ള ഏറ്റവും വലിയ കൂട്ടായ പ്രയത്നമാണ് നമ്മൾ അവിടെ കാണുന്നത്. നിശബ്ദമാക്കാൻ. അതാണ് ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ച, റിപ്പീറ്റ് ചെയ്ത് സൂചിപ്പിച്ച വർഗീയ ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ തന്ത്രം. നമ്മളെപ്പോഴും ഉപയോഗിക്കും ഫാസിസം, ഫാസിസ്റ്റ്. ആരാണ് ഫാസിസ്റ്റ്? ഫാസിസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ വർഗീയ ഫാസിസ്റ്റ് എന്ന് ഉപയോഗിക്കും, അവർ കമ്മ്യൂണിസ്റ്റ് ഫാസിസ്റ്റ് എന്ന് ഉപയോഗിക്കും, മുതലാളിത്ത ഫാസിസ്റ്റ് എന്ന് ഉപയോഗിക്കും. പല 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 ഫാസിസ്റ്റുകളുണ്ട്. യഥാർത്ഥത്തിൽ ഫാസിയോ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് ഫാസിസം എന്ന വാക്ക് വരുന്നത്. ഫാസിയോ എന്ന വാക്കിൻ്റെ അർത്ഥം 2 അഗ്രങ്ങളും കോടാലി പോലെ മൂർച്ചയേറിയ തോളത്ത് വഹിക്കുന്ന ഒരു ഉപകരണം, ഒരു ആയുധം എന്നാണ്. ഈ ആയുധം ഉപയോഗിച്ച് തൻ്റെ പിന്നാലെ വരുന്ന ഒരു ഗ്രൂപ്പിനെ തൻ്റെ പുറകെ നടക്കുക ആശയപരമായി നിർബന്ധിക്കുന്ന ഒരു ശക്തിയാണ് ഫാസിസം എന്ന് പറയുന്നത്. തൻ്റെ ആശയങ്ങൾക്ക് തൻ്റെ പുറകെ നടക്കാൻ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ട് ശ്രമിക്കുന്ന ഒരു ശക്തിയാണ് ഫാസിസ്റ്റ് എന്ന് പറയുന്നത്. ഫാസിയോ എന്ന വാക്ക് വെച്ച് നോക്കുമ്പോൾ അത് ഏറ്റവും എളുപ്പം നമുക്ക് വ്യാഖ്യാനിക്കാൻ, നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം എല്ലാ കാര്യത്തിലും നമ്മൾ കാണുന്നത് പോലെ കേരളത്തിൻ്റെ ജ്ഞാനത്തെ, കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണത്തെ, കേരളത്തിൻ്റെ മൂല്യബോധത്തെ ഏറ്റവും അധികം നമ്മൾ കാണുന്നത് ഗുരുവിലൂടെയാണ്, ശ്രീനാരായണ ഗുരുവിലൂടെയാണ്. ഫാസിസം എന്ന വാക്കിനെയും ഏറ്റവും നന്നായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഗുരുവിലൂടെ തന്നെയാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ ബാക്കി എന്താ? അപരന് സുഖത്തിനായി വരയണം. അവനവനിൽ അപരൻ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടില്ലാത്തവനാണ് ഫാസിസ്റ്റ്. അവനവൻ്റെ ആശയങ്ങളിൽ അപരൻ്റെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, ആശയങ്ങൾ എന്നൊരു കാഴ്ചപ്പാടില്ലാത്തവനാണ് ഫാസിസ്റ്റ്. ഇന്ത്യയിൽ ആരാണ് ഫാസിസ്റ്റ്? ഇന്ത്യയിൽ ലോക മാനവികത പറയുന്ന, തൊഴിലാളി വർഗ സ്നേഹം പറയുന്ന, തൊഴിലാളികളുടെ അധ്വാനത്തിന് മൂല്യം കൊടുക്കുന്ന, വർഗങ്ങളും വർഗ സംഘടനകളും ഇല്ലാതാകുന്ന ഒരു നല്ല കാലത്തിന് വേണ്ടി പ്രത്യയശാസ്ത്രപരമായ പന്ഥാവിലൂടെ പോകുന്ന കമ്മ്യൂണിസ്റ്റോ മാർക്സിസ്റ്റോ ഇടതുപക്ഷമോ ആണോ? അല്ല. അങ്ങനെ ഒരു ആശയത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവനാരോ അതാണ് ഫാസിസ്റ്റ്. താനല്ലാത്ത എല്ലാത്തിനെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവനാരോ അവൻ ഫാസിസ്റ്റാണ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്ന ഭരണകൂടം അടുത്ത വർഷം 25-ൽ ഒരു മതരാഷ്ട്രമായിരിക്കും, ഹിന്ദു മതരാഷ്ട്രമായിരിക്കും ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കുന്ന സംഘം നിറം നോക്കി, വർണ്ണം നോക്കി, ഇട്ടിരിക്കുന്ന വസ്ത്രം നോക്കി, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി നോക്കി തൻ്റേതല്ലാത്തവരെ ഇല്ലായ്മ ചെയ്യുന്ന ഇടം. ഇങ്ങനെ ഓരോന്നോരോന്ന് പറയുമ്പോൾ സാംസ്കാരികപരമായി എല്ലാത്തിനെയും പാർശ്വവൽക്കരിക്കുന്ന, ദളിതനെ പാർശ്വവൽക്കരിക്കുന്ന, സ്ത്രീകളെ പാർശ്വവൽക്കരിക്കുന്ന, കുട്ടികളെ പാർശ്വവൽക്കരിച്ച് നിർത്തുന്ന, ശാസ്ത്ര ചിന്തകളെ പാർശ്വവൽക്കരിച്ച് നിർത്തുന്ന, പുരോഗമന ആശയങ്ങളെ മാറ്റി നിർത്തുന്ന ആ എവിടോ അവിടമാണ് ഫാസിസ്റ്റ്. അപ്പം അതിനെതിരെയുള്ള കൃത്യമായ പ്രതിരോധം
അതിനെതിരെയുള്ള കൃത്യമായ പ്രതിഷേധം, സമരം, അതിനുള്ള സമയമാണ് ഇന്ത്യയിൽ. കാരണം ഇന്ത്യ ബഹുസ്വരതയുടെ ഇടമാണ്. ഇന്ത്യ ബഹുസ്വരതയുടെ ഇടമാണ്. ലോകത്തിൽ മറ്റെവിടെയും കാണാത്തത്ര ബഹുമുഖങ്ങളായ, ബഹുവർണ്ണങ്ങളായ, ബഹുചിന്താഗതികളുള്ള, ബഹുജാതി മത ചിന്തകളിലുള്ള, ബഹു ആശയ ആചാര സംവിധാനങ്ങളിലുള്ള ഒരിടമാണ് ഇന്ത്യ. ഈ ബഹുസ്വരതയെല്ലാം മാറ്റി നിർത്തിയിട്ട് ഈ ബഹുസ്വരത ഒന്നുമില്ലാതാവുന്നു. പകരം എൻ്റെ മതം, എൻ്റെ ചിന്ത, ഞാൻ, എൻ്റെ രാജ്യം. അതിന് വളരെ ഓമനത്വമുള്ള ഒരു പദം ഇട്ട് വിളിക്കുന്നുണ്ട്. എന്താണ്? സാംസ്കാരിക ദേശീയത. സാംസ്കാരിക ദേശീയത. ഈ സാംസ്കാരിക ദേശീയത എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് വിളമ്പുന്ന വർഗീയ ഫാസിസ്റ്റ് കാഴ്ചപ്പാടുകൾക്ക് സംസ്കാരവുമില്ല, ദേശീയതയുമില്ല. ഉണ്ടോ? ദേശത്തിനകത്തുള്ള മനുഷ്യനോടുള്ള എല്ലാവരോടുമുള്ള മനോഭാവമുണ്ടെങ്കിൽ അത് ദേശീയതയാവും. പക്ഷെ ദേശീയതയുടെ കാര്യം പറയുമ്പോൾ പോലും ഇന്നത് ഏറ്റവും അധികം അപ്രസക്തമായിരിക്കുന്നു. ഇന്നല്ല ടാഗോറും ഗാന്ധിജിയും തമ്മിലുണ്ടായ ഒരു സംഭാഷണത്തിൽ ഗാന്ധിജി ഇന്ത്യൻ ദേശീയത മഹത്തരമായിട്ട് ടാഗോറിനോട് പറയുന്ന സമയത്ത് ടാഗോർ പറയുന്നുണ്ട്, ടാഗോർ തിരുത്തുന്നുണ്ട്, ദേശീയതയല്ല മാനവികതയാണ്. ദേശീയതയല്ല മാനവികതയാണ്. ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് നിന്നിട്ട് ഒരു കാലം മുന്നോട്ടെടുത്ത് വെക്കുമ്പോൾ അവിടെ കാണുന്ന മനുഷ്യൻ അന്യനാണ് എന്നുള്ള തോന്നൽ ദേശീയത എന്ന് പറയുന്ന ആശയം ജനിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ അതിരിൽ നിന്നിട്ട് പാകിസ്ഥാനിലേക്ക് നോക്കുമ്പോൾ അവിടെ അന്യനാണെന്ന് പറയുന്ന ചിന്ത ജനിപ്പിക്കുന്നുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഒരേപോലെ കഴിഞ്ഞിരുന്ന, ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിരുന്ന ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിലാണ് നമ്മൾ ഇന്ത്യയുടെ ദേശീയതയും പാകിസ്ഥാൻ്റെ ദേശീയതയ്ക്കും അതിർവരം വിടുന്നത്. അതുകൊണ്ട് ദേശീയത എന്നുള്ളതല്ല, മാനവികത എന്നുള്ളതാണ്. മാനവികത എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പഠനങ്ങൾ, ഏറ്റവും വലിയ സിദ്ധാന്തങ്ങൾ, ഏറ്റവും വലിയ കാഴ്ചപ്പാടുകൾ സാമൂഹ്യപരമായി, രാഷ്ട്രീയപരമായി, സാമ്പത്തികമായി ഏറ്റവും വലിയ പഠനങ്ങൾ നടത്തുന്നത് 1800-കളിലാണ്. ലോകവ്യാപകമായി ഏറ്റവും വലിയ റിസർച്ച് നടക്കുന്നതും ഏറ്റവും വലിയ സാമൂഹ്യ ചിന്തകൻ, രാഷ്ട്രീയ ചിന്തകൻ, സാമ്പത്തിക ചിന്തകൻ, മാനവിക ചിന്തകൻ എന്ന് പറഞ്ഞ് ഇന്നും ലോകം കാണുന്ന ഏത് മാനവിക സമൂഹത്തെയും, ഏത് രാജ്യത്തെയും അതിൻ്റെ രാഷ്ട്രീയ വികാസങ്ങളുമായി, വ്യാവസായിക വിപ്ലവങ്ങളുമായി, തൊഴിലാളികളുടെ അധ്വാനവുമായി, അധ്വാന മൂല്യങ്ങളുമായി പഠിച്ച പഠനങ്ങൾ മാർക്സിയൻ തിയറികളാണ്. തൊഴിലാളിയുടെ അധ്വാനവുമായി ചേർന്ന് നിന്ന് നമ്മൾ പഠിച്ചത് തുടർന്ന് ലെനിനിലൂടെയാണ്. ഇതെല്ലാം കാലഹരണപ്പെട്ടെന്ന് പറയുകയും എന്നോ കാലഹരണപ്പെട്ട വർഗീയ ആശയങ്ങളെ, ഫ്യൂഡലിസത്തിൻ്റെ ഏറ്റവും വലിയ വേരുകളെ ഇനിയും ഇവിടെ വെള്ളവും വളവും ഇട്ട് വളർത്തിയിട്ട് ആ വേരുകളിൽ നിൽക്കുന്നതിനപ്പുറത്തേക്കുള്ള എല്ലാത്തിനെയും ഇല്ലായ്മ ചെയ്യുക എന്ന കാഴ്ചപ്പാടിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഒരു കാഴ്ചപ്പാട് ഏത് രീതിയിൽ രാഷ്ട്രീയപരമായി ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നുള്ളിടത്താണ് പുതിയ സാംസ്കാരിക നയം ഇന്ത്യയിലേക്ക് എത്തുന്നത്. കോവിഡ് കാലത്ത് കലാകാരന്മാരെ സഹായിക്കാൻ പ്ലാറ്റ്ഫോമുകളില്ലായിരുന്നു. കലാകാരന്മാർ കഷ്ടപ്പെട്ടിരുന്നു. കലാകാരന്മാർക്ക് സാമ്പത്തികമായി എയ്ഡ് കൊടുക്കാൻ ഇവിടെ ഒന്നുമില്ലായിരുന്നു. കലാകാരന്മാർ ആത്മഹത്യ ചെയ്തിരുന്നു. കലാകാരന്മാർ പട്ടിണി കിടന്നിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആയിരുന്നു. അതുകൊണ്ട് കലാകാരന്മാരെ പറ്റി പഠിക്കാൻ ഇതായിരുന്നു ആ വെബിനാറിൻ്റെ ആശയം. ശ്രീ സി വി ആനന്ദബോസ് ഏകാംഗ കമ്മീഷനായി നടന്ന ആ വെബിനാറിൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു. 4 ഭാഗങ്ങളായിട്ടാണ് ആ വെബിനാറിൽ ഞാൻ പങ്കെടുത്തത്. മലയാളം കേന്ദ്രീകരിച്ച് ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലും ഈ വെബിനാറുകൾ ഇതേപോലെ പാരലായിട്ട് നടത്തപ്പെട്ടെടുത്ത് മലയാളവുമായി ബന്ധപ്പെട്ട്, കേരളവുമായി ബന്ധപ്പെട്ട് ഫോക്ലോർ ഉൾപ്പെടെ, സിനിമ ഉൾപ്പെടെ, സീരിയൽ ഉൾപ്പെടെ, മറ്റു കലാരൂപങ്ങൾ ഉൾപ്പെടെ പരമ്പരാഗതമായ നമ്മളുടെ എന്താ പറയുക, ആശാരി, മൂശാരി, കൊല്ലം തട്ടാൻ, ഇവരുടെ എല്ലാം ശില്പവൈദഗ്ധ്യം ഉൾപ്പെടെയുള്ളത് പരിഗണിച്ചിട്ടുള്ള ഇത്രയും ആൾക്കാരെ പരിഗണിച്ച് അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന ഒരു വെബിനാറാണത്. അത് 1, 2, 3, 4 ഘട്ടങ്ങളിലായി ചർച്ചകൾ പുരോഗമിക്കുമ്പം 4ാമതുണ്ടായ അതിൻ്റെ വളർച്ചയിലാണ് ഇതൊരു സാംസ്കാരിക നയത്തിൻ്റെ കരടായി രൂപപ്പെടുന്നത്. 4ാമത്തെ വെബിനാറും കഴിഞ്ഞിട്ടാണ് നമുക്കെല്ലാവർക്കും, ഇപ്പോഴും എൻ്റെ മെയിൽ പരിശോധിച്ചറിയാം, എൻ്റെ മെയിലിൽ ഉൾപ്പെടെ ഇതാണ് കരട്. ഇന്ത്യയിലൊരു പുതിയ സാംസ്കാരിക നയം വരാൻ പോകുന്നു. സിനിമയെയും മറ്റെല്ലാ സാംസ്കാരിക മാധ്യമങ്ങളെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ത്യക്കൊരു പുതിയ സാംസ്കാരിക നയം അനിവാര്യമായി വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കരട് പ്രഖ്യാപിക്കുന്നത്.
അത് ജന്മഭൂമിയിൽ മാത്രം, ഞാൻ ആ പ്രസംഗത്തെ സൂചിപ്പിച്ച പോലെ ജന്മഭൂമിയിൽ മാത്രം. ഇത്രയും വിഖ്യാതമായ നാഷണൽ ഡെയിലികളും മറ്റെല്ലാം ഉണ്ടായിരുന്നിട്ടും, മറ്റെല്ലാ മാധ്യമങ്ങളും ഉണ്ടായിരുന്നിട്ടും ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി വേറൊന്നുമില്ലാതെ ജന്മഭൂമിയിൽ മാത്രം പബ്ലിഷ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സാംസ്കാരിക നയം വരികയും ആ സാംസ്കാരിക ഏറ്റവും ഗോപ്യമായിട്ട് വെക്കുകയും ചെയ്തിടത്ത് ആരും അറിഞ്ഞിട്ടില്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അറിയുന്നില്ല. ഏഷ്യാനെറ്റിൽ ഞാൻ പോയിന്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി രജനി അതിൻ്റെ റെഫറൻസ് നോക്കുമ്പോൾ ഡൽഹി ഓഫീസിൽ വിളിച്ച് ചോദിക്കുമ്പോൾ ഡൽഹിയിൽ പോലും അതിൻ്റെ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു സാംസ്കാരിക നയം എന്ന് പറഞ്ഞൊരു ഓർഡർ വന്നില്ല. പക്ഷേ ഈ കാലത്ത് 2014 ശേഷമുള്ള അല്ലെ കോവിഡിന് ശേഷമുള്ള സമയത്ത് കൃത്യമായി മറ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ചാനലുകൾക്ക്. എന്ത് പറയാം, എന്ത് പറയരുത്, എന്ത് കാണിക്കാം, എന്ത് കാണിക്കരുത് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ആ രംഗത്ത് വന്നിട്ടുണ്ട്. സിനിമ എങ്ങനെ ആവണം എന്നുള്ള സിനിമ വൻകിട കമ്പനികൾക്ക് ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഇന്നിവിടെ കാണുന്ന പോലെ, നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ പ്രഗത്ഭരായിട്ടുള്ള പല നടന്മാരെയും താരങ്ങളായിട്ടുള്ള സംവിധായകരെയും ടെക്നീഷ്യന്മാരെയും പേഴ്സണലായിട്ട് പിക്ക് ചെയ്ത് പോക്കറ്റിലിട്ടിട്ട് അവരിലൂടെ പ്രവർത്തിക്കുന്ന ചില സംവിധാനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ നമ്മളുടേത് പോലൊരു കേഡർ സംവിധാനത്തിലല്ല, ഒരു പാർട്ടി പരിപാടി അനുസരിച്ചുള്ള സംവിധാനത്തിലല്ല, അല്ല ഭരണഘടനാ ക്രമം അനുസരിച്ചുള്ള രാജ്യത്തിൻ്റെ രാജ്യനീതി അനുസരിച്ചല്ല. ഇതൊന്നുമല്ലാതെ പല വഴി പോഷക നദികൾ ഇങ്ങനെ ഒഴുകി 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 അവസാനം ചെല്ലേണ്ടിടത്ത് ചെല്ലുമെന്ന് പറയുന്ന പോലെ പല വഴി ഇതിങ്ങനെ അരിച്ചരിച്ച് നമ്മളിലേക്ക് ഇറങ്ങുന്നിടത്താണ് ഇത്രയും സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സാംസ്കാരിക പ്രൊഡക്റ്റുകളിലെല്ലാം വ്യക്തമായ നിഴലുകൾ, വ്യക്തമായ ഛായകൾ ഈ സാംസ്കാരിക നയത്തിൻ്റെ ഭാഗമായി നമ്മൾ കാണുകയും അനുഭവിക്കുകയും നമ്മളുടെ നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്കായി ഇതിനെ കൊണ്ടുപോകുന്ന ഒരിടം വരികയും ചെയ്യുന്നത്. അവിടെയാണ് ശക്തമായ ഭാഷയിൽ ആ ഫാസിസ്റ്റ് ചിന്താഗതികൾക്ക് എതിരെ എഴുതുന്ന, എതിരെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്ന, എതിരെ പാടുന്ന, ആടുന്ന, നാടകം കളിക്കുന്ന പ്രവർത്തകരെ നമുക്കറിയാം. ആരുടെ എല്ലാം നേരെ, ദേശീയാടിസ്ഥാനത്തിൽ ആരുടെ എല്ലാം നേരെ, ആരെയെല്ലാം ജീവനോടെ ഇല്ലാണ്ടാക്കി, ആരെയെല്ലാം ശബ്ദങ്ങൾ കൊണ്ട് ഇല്ലാണ്ടാക്കി, ആരെയെല്ലാം ജയിലിലടച്ചു, ആരെയെല്ലാം അതിനെല്ലാം അപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായി ഭീഷണിപ്പെടുത്തുന്നു, ആരെയെല്ലാം അവരുടെ ജീവിതത്തെ സമ്മർദ്ദമാക്കുന്നു, തൊഴിലിടങ്ങളിൽ നിന്ന് പിരിച്ചുവിടുന്നു, തൊഴിലില്ലാതാക്കുന്നു, കുടുംബത്തിനകത്തുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇങ്ങനെ എത്ര ആർ ബി ശ്രീകുമാറിനെ പോലെയുള്ള മാധ്യമപ്രവർത്തകൻ, ടീസയെ പോലെയുള്ളവർ, ഗൗരി ലങ്കേഷ്, ഇങ്ങനെ നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ പേജുകൾ മറിക്കുമ്പോൾ ഓരോ പേജിലും എഴുതി ചേർക്കേണ്ട പേരുകൾ. അതാണ് ഇന്നത്തെ ഇന്ത്യ. അതാണ് ഇന്നത്തെ ഇന്ത്യ. കേരളത്തിൽ നോക്കൂ, നിസ്സാരം സിനിമാ മേഖലയിൽ നോക്കൂ. ഇന്ന് ചലച്ചിത്ര നടൻ ദേവൻ BJPയുടെ ഉപാധ്യക്ഷനാണ്. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന യുവനടൻ കൃത്യമായ പക്ഷത്തേക്ക് എത്തുന്നുണ്ട്. കൃത്യമായ പക്ഷത്ത് മറ്റൊന്ന് സംസാരിച്ചിരുന്ന അനുശ്രീ എന്ന് പറയുന്ന യുവനടി, ഇതൊന്നും വിവാദങ്ങൾക്ക് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും അധികം മനുഷ്യസ്നേഹം ഉണ്ടായിരുന്ന രീതിയിൽ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ, ഉണ്ണി മുകുന്ദൻ്റെ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയ്ക്കുണ്ടായ പ്രപഗണ്ട ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. കോമൺ സെൻസ് ഉള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇത് കേരളത്തിലാണ്. മനുഷ്യപക്ഷം പറയുന്നതിന് പകരം, മനുഷ്യ സാമൂഹ്യ ജീവിതങ്ങൾ പറയുന്നതിന് പകരം ഒരു ജാതി മത ചിന്തകളുടെ ആശയങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട്, ക്രോഡീകരിച്ചുകൊണ്ട്, അതിന് ബിംബങ്ങളുടെ വലിയ കാഴ്ചകൾ കൊടുത്തുകൊണ്ട്, വിഗ്രഹങ്ങളുടെ ഇമേജുകൾ കൊടുത്തുകൊണ്ട്, സാധാരണ ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന രീതിയിലേക്ക് അത് ഉപയോഗിച്ചുകൊണ്ട്, ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇന്നലെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, 25 വർഷമായി നമ്മൾ സമരം ചെയ്തു നിയമസഭ, പാർലമെന്റ് തലങ്ങളിലുള്ള സ്ത്രീ സംവരണത്തിന്. 25 വർഷമായിട്ട് സമരം ചെയ്തിട്ട് 33.3% ഏതെല്ലാം പങ്കാളിത്തത്തോടു കൂടി കേന്ദ്രഭരണം ഉണ്ടായിട്ടും ആ ബില്ല് അവിടെ പാസ്സാക്കാൻ പറ്റിയില്ല. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വന്നു, കോൺഗ്രസിനെ ഇടതുപക്ഷം പിന്താങ്ങിക്കൊണ്ട് വന്നു, BJPയുടെ വന്നു, ബാക്കിയെല്ലാം വന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും 25 വർഷം കൊണ്ട് ഈ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാ? ലോകത്തിൽ ഇന്നും നിലനിൽക്കുന്നത്, ഇനിയും 146 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ സ്ത്രീ പുരുഷ സമത്വം എന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി എന്ന് പറയുന്ന രീതിയിലേക്കുള്ള മെയിൽ ഡോമിനേഷൻ നമ്മൾക്ക് ഓരോ ഇടങ്ങളിലും വ്യക്തമായി നിൽക്കുകയാണ്.
അത് ഒരിടത്തെയും മാറ്റി നിർത്തുന്നില്ല, കുടുംബങ്ങളെ മാറ്റി നിർത്തുന്നില്ല, പഞ്ചായത്തുകളെ മാറ്റി നിർത്തുന്നില്ല, രാജ്യത്തെ മാറ്റി നിർത്തുന്നില്ല, സാഹിത്യ ഇടങ്ങളിൽ മാറ്റി നിർത്തേണ്ടതില്ല, സിനിമ ഇടങ്ങളിൽ മാറ്റി നിർത്തേണ്ടതില്ല, സാധാരണ ജോലിയിടങ്ങളിൽ തൊഴിലിടങ്ങളിൽ ഒന്നും മാറ്റി നിർത്തേണ്ടതില്ല. നമ്മൾ ഇനിയും, അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലാകമുള്ള ആവറേജ് സർവേയുടെ ഫലമാണ് കോവിഡിന് ശേഷം 146 വർഷം കഴിഞ്ഞിട്ട് ഇനി സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്ന് പറയുന്ന പുരുഷ മേധാവിത്വം നിൽക്കുന്ന ഒരിടത്ത് ഇന്ത്യയിൽ 25 വർഷമായിട്ട് 33.3% റിസർവേഷൻ സ്ത്രീകൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമല്ല. പക്ഷെ അത് അങ്ങനെ ആയിരുന്നു. പക്ഷെ അത്ഭുതം സംഭവിച്ചു. എപ്പോ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത സമയത്ത് ആരോടും ചോദിക്കാതെ, ആരോടും പറയാതെ, ആരും അറിയാതെ, ജനാധിപത്യ ഇന്ത്യയാണിത്. നിയമസഭകളുണ്ട്, പാർലമെന്റുണ്ട്, രാജ്യസഭയുണ്ട്, ഇവിടെയെല്ലാം ജനപ്രതിനിധികളുണ്ട്. ഇവരോടൊന്നും ആലോചിക്കാതെ പണ്ടെപ്പോഴോ ഒരു 33.3% പറഞ്ഞതാണ്. അതും കടന്നിട്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. ആ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ, ജനസംഖ്യയിൽ കൂടുതൽ നിൽക്കുന്ന സ്ത്രീകളായി മാറിയിരിക്കുന്നു. അത് മാത്രമല്ലാതെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ പെൺകുട്ടികളും സ്ത്രീകളും ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പഠിച്ചു വന്നിരിക്കുന്നു. കൂടുതൽ തൊഴിലിടങ്ങൾ സ്ത്രീകളുടേതായി മാറിയിരിക്കുന്നു. അപ്പോൾ 25 വർഷം മുമ്പ് സ്ത്രീകളുടെ പങ്കാളിത്തത്തിൽ ഉണ്ടായിരുന്ന ഇടങ്ങളിലല്ല സ്ത്രീകൾ നിൽക്കുന്നത്. അതുകൊണ്ട് പുതിയ ഇടങ്ങളിലെ സ്ത്രീകളുടെ പുതിയ ഫോർമുല അനുസരിച്ചിട്ട് സ്ത്രീ സമരത്തെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യേണ്ടതുണ്ടോ? എന്തെന്തെന്ന് കാണണം. ഓരോരോ സാംസ്കാരിക നിലവാര വളർച്ചയും തകർച്ചയും വന്നിരിക്കുന്ന ഓരോ സംസ്ഥാനങ്ങളിലും സ്ത്രീകളെ ഏത് രീതിയിലാണ് പങ്കാളിത്തപ്പെടുത്തേണ്ടത്? ഇത്തരത്തിൽ പറയുന്ന ഫെഡറൽ സംവിധാനത്തിൽ അധിഷ്ഠിതമായ ചിന്തകളോ ചർച്ചകളോ ഒക്കെ ഒരു മര്യാദയല്ലേ? ഒരു മാന്യതയല്ലേ? ജനാധിപത്യ ഇടങ്ങളിൽ അത് അനിവാര്യതയല്ലേ? പക്ഷെ ഇതൊന്നുമില്ലാതെ ഒരു ദിവസം പുതിയ കോട്ട് തയ്പ്പിച്ച് വന്നു നിന്നിട്ട് പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് തൻ്റെ തൊപ്പിയുടെ പകിട്ടിന്റെ കൂടെ പകിട്ട് ചേർക്കുന്ന രീതിയിലേക്ക് ഇതാ ഇന്ത്യയിൽ പഴയ 33.3% സംവരണം സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ചത് സംഘപരിവാറിന്റെ ഭരണകൂടം. അവിടെ കഴിഞ്ഞില്ല പ്രഖ്യാപനം, സെമി കോളൻ ഇട്ടിട്ടാണ് പ്രഖ്യാപനം. അതിൻ്റെ ബാക്കി 2028 സെൻസസ് നടക്കും. 2028 സെൻസസ് കഴിഞ്ഞ് മണ്ഡല പുനഃക്രമീകരണം നടക്കും. ഈ മണ്ഡല പുനഃക്രമീകരണം നടന്നതിന് ശേഷം വേണം എവിടെ ഏതേത് സ്ത്രീകൾ, എങ്ങനെ സ്ത്രീ സംവരണം, ഇതാലോചിക്കാൻ. അതിനു മുമ്പ് 2025 ഇത് ഹിന്ദുരാഷ്ട്രമാണ്. ആ ഹിന്ദുരാഷ്ട്രം ഇപ്പോൾ തന്നെ ഹിന്ദുരാഷ്ട്രമല്ലാത്ത ജനാധിപത്യ സംവിധാനങ്ങളുള്ള, മതേതര സംവിധാനങ്ങളുള്ള ഫെഡറലിസത്തിൻ്റെ കീഴിൽ ഭരിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഇന്ത്യൻ ഭരണഘടന എല്ലായിടത്തും വെള്ളം ചേർക്കുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നിട്ട് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളും അവകാശങ്ങളും ഒന്നുമില്ലാതെ അതിനപ്പുറത്തേക്ക് മനുവാദ സിദ്ധാന്തങ്ങളും വർഗീയതകളും ഏറ്റവും അധികം കാര്യമായി കാതലായി എടുത്തുകൊണ്ട് ഭരണം നടത്തപ്പെടുന്ന ഒരു രാജ്യത്ത് ഒരു ഹിന്ദു രാഷ്ട്രം എന്നുള്ള പ്രഖ്യാപനത്തിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭരണ സംവിധാനത്തിനോ ശേഷം 2028 സ്ത്രീകൾക്ക് സംവരണം വരുമ്പോൾ രണ്ടാം തരം പൗരയായിരിക്കുന്ന സ്ത്രീകളുടെ സംവരണം ഏത് രീതിയിൽ പ്രായോഗികമാകും? ഇന്നലെ ഞാൻ ഉദാഹരണം പറഞ്ഞു. നമ്മുടെ രാഷ്ട്രപതി ദളിതാണ്, സ്ത്രീയാണ്, പക്ഷെ സ്റ്റാമ്പാണ്. ദളിതർക്ക് സംവരണം, ദളിതരെ പരിഗണന, സ്ത്രീയെ പരിഗണന. പക്ഷെ പ്രോട്ടോകോൾ അനുസരിച്ച് ഇന്ത്യയിൽ ആദ്യം നിൽക്കുന്നത് പ്രസിഡന്റാണ്. പക്ഷെ ഒരു വേദിയിൽ അല്ലെ ഒരിടത്ത് രണ്ടിടത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ അധികാരം ആരുടെ കയ്യിൽ? പ്രധാനമന്ത്രിയുടെ കയ്യിൽ. ഇമേജ് ആർക്ക്? പ്രധാനമന്ത്രിക്ക്. ഇവിടെ രാഷ്ട്രപതി കേരളത്തിൽ വന്നു പോകുന്നത് നമ്മളാരും അറിയാറില്ല. വെറുതെ ഒരു പോസ്റ്റർ തിരുവനന്തപുരത്തോടെയൊക്കെ നടക്കുന്നത് ഞങ്ങളിതാ ദ്രൗപദി മുർമു ഇന്ന ദിവസം, അത്രയേ അറിയുന്നുള്ളൂ. ഏതോ ഫ്ലൈറ്റിൽ വരും, എവിടെയോ വരും, എങ്ങനെയോ പോകും, ആരും അറിയില്ല. പക്ഷേ നരേന്ദ്രമോദി വരികയാണെങ്കിലോ? അപ്പോൾ ഒരു ഭരണഘടനാപരമായി ഉള്ളൊരു സംവിധാനത്തിൻ്റെ അകത്തല്ലാതെ ഇപ്പോഴേ ആക്കി കഴിഞ്ഞപ്പോൾ വളരെ കൃത്യമായി ഡിക്ലെയർ ചെയ്യപ്പെടുന്ന ഒരു വർഗീയ രാഷ്ട്രത്തിനകത്ത് സ്ത്രീ എവിടെ? ഇന്നലെ ഇതും കഴിഞ്ഞ് പോയിട്ട് TV വെക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടു കാണും. പ്രധാനമന്ത്രി ഒരു സ്ത്രീയെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ എവിടെയോ ഉള്ള ഒരു സ്ത്രീ അല്ലേ? ആരെങ്കിലും ശ്രദ്ധിച്ചോ എനിക്കറിയില്ല. എന്തോ ഒരു സംരംഭം നടത്തിയ ഒരു സ്ത്രീയാണ്. അവരുടെ സംരംഭത്തെക്കുറിച്ച് വളരെ വാചാലമായിട്ട് പ്രധാനമന്ത്രിയുടെ മുന്നിൽ പറഞ്ഞു. പ്രധാനമന്ത്രി അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ താല്പര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളവർ വരും. ഇന്ന് നമ്മുടെ പത്മ അവാർഡുകൾ എങ്ങനെയാണ് പോകുന്നത്? നമ്മൾ നോക്കുമ്പോൾ കാട്ടിലുള്ളവരെ, പാവങ്ങളെ, ഇല്ലാത്തവരെ ഒക്കെ പരിഗണിക്കുന്നുണ്ട്. പക്ഷെ പരിഗണിക്കപ്പെടുന്നവർ
വലിയ ചോദ്യങ്ങളുണ്ട് ഇപ്പുറത്ത്. എല്ലാം കണ്ണിൽ പൊടിയിട്ടിട്ടാണ് വർഗീയത ഇങ്ങനെ കടത്തുന്നത്. ബ്രെയിൻ വാഷാണ്. വളരെ വളരെ ജാഗ്രതയായിട്ട് അവലോകനം ചെയ്യുകയും പഠിക്കുകയും, ഇപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു പഠന കേന്ദ്രത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അത്തരം പ്രബുദ്ധരായ വളരെ ക്ലോസ്ഡ് ആയിട്ട് ഒരു ജനതയായതുകൊണ്ടാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത്. നമ്മളുടെ പഠനങ്ങൾ, രാഷ്ട്രീയ പഠനങ്ങൾ, സാമൂഹ്യ പഠനങ്ങൾ, ഭരണഘടനാപരമായ ഭരണക്രമത്തിലുള്ള ഭരണകൂട പഠനങ്ങൾ ഒക്കെ ഏത് രീതിയിലായിരിക്കണം? ഒരു ഭരണക്രമത്തിൽ ജുഡീഷ്യറി മേലെയാണ്. ഇപ്പം എന്തൊക്കെയോ ഇടപെടലുകൾ സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതികളുടെയൊക്കെ വരുന്നുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ അടിയന്തരാവസ്ഥ കാലത്തുള്ളതുപോലെയുള്ള കൃത്യമായ അധികാര ഇടങ്ങൾ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അവിടെയല്ല മാധ്യമങ്ങളുടെ മേലെ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം തൂണുകളായി നിൽക്കുന്ന സമൂഹത്തിൻ്റെ തൂണുകളായിരിക്കുന്ന സാമൂഹ്യ അവസ്ഥയെ വിമർശിക്കേണ്ടുന്ന, സാമൂഹ്യ അവസ്ഥകൾ ഏറ്റവും സമതുലിതമായി കൊണ്ടുപോകാൻ വേണ്ടി എക്സിക്യൂഷൻ നടപ്പാക്കേണ്ടുന്ന ഓരോ സംവിധാനങ്ങളെയും വർഗീയ രാഷ്ട്രീയ ഭരണകൂടം അതാത് രീതിയിൽ സ്വാധീനിക്കുകയും അധികാരത്തിൽ കീഴ്പ്പെടുത്തുകയും ജനങ്ങളുടെ മേലെ ഇത്തരം വേണ്ടാത്ത ചിന്തകൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭരണക്രമം ഉള്ള ഒരിടത്താണ് നമ്മളുടെ ജാഗ്രത ഏത് രീതിയിൽ മാറണമെന്നുള്ളത്. ഇവിടെ ഇതിൽ പരമപ്രധാനമായി കേരളത്തിൽ പോലും കാണേണ്ടത്, കേരളത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ ചിന്തകളെയും നവോത്ഥാന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ മൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയപരമായി ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. 1957 EMS മന്ത്രിസഭ മുതൽ ഇങ്ങോട്ട് ഭൂപരിഷ്കരണം മുതൽ മിച്ച സൂചികകളിലും പുരോഗതിയുടെ ഇടങ്ങളിൽ ഇന്ന് കേരളം ഒന്നാമതെന്ന് നമ്മൾ പറയുന്നത്. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ ആലോചിച്ച് നോക്കൂ. കുടുംബശ്രീ മിഷൻ കേരളത്തിൻ്റെ ഭാവനയല്ല, ആണോ? കേരളത്തിൻ്റെ പദ്ധതിയാണോ കുടുംബശ്രീ? ആണോ? ഇന്ത്യ ഒട്ടാകെ വന്ന ആശയമാണ്, ഇന്ത്യ ഒട്ടാകെ എന്ന് നടപ്പാക്കിയതാണ്. പക്ഷേ സഖാവ് നയനാറിൻ്റെ മന്ത്രിസഭാ കാലഘട്ടത്തിൽ കേരളത്തിൽ അതേസമയം ഒരേപോലെ 25 വർഷം മുമ്പ് കുടുംബശ്രീ എന്ന് പറയുന്നത് 10 രൂപയും 1 കിലോ അരിയും എന്ന ആഴ്ചയിൽ ഉണ്ടായിരുന്ന ഒരു കണക്ക് കേരളത്തിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഉതകുമോ എന്ന് ചോദിച്ചുകൊണ്ട് സ്ത്രീകൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ അതിപ്പോൾ 2023 എത്തി നിൽക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സംഘശക്തിയായിട്ടും സംരംഭക ശക്തിയായിട്ടും സാമ്പത്തിക സ്രോതസ്സായിട്ടും കേരളത്തിൽ വെറും 64,004 കുടുംബങ്ങളെ മാത്രം അതിദാരിദ്ര്യ പട്ടികയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണത്. കേരളത്തിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ, കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയിലൊക്കെ ഏറ്റവും അധികം സംഭാവന ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമായി ഇന്ത്യയൊട്ടാകെ വിഭാവനം ചെയ്ത കുടുംബശ്രീ കേരളത്തിൽ മാത്രമായി മാറി നിൽക്കുന്നു എന്നുള്ളിടത്താണ് കേരളത്തിൻ്റെ വ്യത്യാസം നിലനിൽക്കുന്നത്. ജനകീയാസൂത്രണ പരിപാടികൾ, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ ഒരു സ്റ്റേറ്റ് ഭരിക്കപ്പെടുമ്പോൾ 33.3% സംവരണം നിയമസഭാടിസ്ഥാനത്തിലും പാർലമെൻറ്റ് സംവിധാനത്തിലും നടപ്പാക്കാൻ പറ്റാത്ത ഒരു ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്നും സ്ത്രീകൾ നഗ്നരാക്കപ്പെട്ട്, അധിക്ഷേപിക്കപ്പെട്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ട്, ഇല്ലായ്മ ചെയ്യപ്പെട്ട്, കൊല ചെയ്യപ്പെട്ട് നടക്കുന്ന ഒരിടത്ത് കേരളത്തിൽ 50% സംവരണം രാഷ്ട്രീയപരമായി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ എപ്പോഴേ ഇടതുപക്ഷത്തിൻ്റെ ഭരണ സംവിധാനം കേരളത്തിലെ സ്ത്രീകൾക്ക് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ടുണ്ടായിരിക്കുന്ന കേരളത്തിലെ സ്ത്രീകളുടെ ആത്മവിശ്വാസം, അന്തസ്സ്, പദവി, അധികാര കേന്ദ്രങ്ങളിലുള്ള അവരുടെ ഇരിപ്പ്, നടപ്പ്, ബോഡി ലാംഗ്വേജിൽ വരെ മാറ്റം വന്നു. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളുടെ കോൺഫിഡൻസിൽ മാറ്റം വന്നു, കുടുംബങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരത്തിൽ മാറ്റം വന്നു, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ആത്മവിശ്വാസങ്ങളിൽ മാറ്റം വന്നു, അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ മാറ്റം വന്നു. ഇന്ന് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ ഇടങ്ങളിൽ, കലാലയങ്ങളിൽ, യൂണിവേഴ്സിറ്റികളിൽ നോക്കിയാൽ 60 മുതൽ 75% വരെ പെൺകുട്ടികളാണ് പഠിക്കുന്നത്. കേരളത്തിൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ അത്തരം കേരളം പ്രതിരോധത്തിൻ്റെ ഏറ്റവും വലിയ ഇടമായി മുന്നിൽ നിൽക്കുന്നത് നവോത്ഥാന കാലങ്ങളിൽ ഉണ്ടായ അയ്യങ്കാളി പഞ്ചമിയം കൊണ്ട് കൈപിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന് പോയ നവോത്ഥാന പരിഷ്കരണം മുതൽ ഇങ്ങോട്ട് അതെല്ലാം കേരളത്തിൽ അതാത് കാലങ്ങളെ രാഷ്ട്രീയപരമായി വികസനത്തിൻ്റെ ഇടയിൽ മാർക്സിസം പറഞ്ഞ പോലെ പുതുക്കി ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് നീതി ആയോഗിൻ്റെ സൂചികയിലും അന്താരാഷ്ട്ര സൂചികയിലും ഏത് കാര്യം എടുത്തു വയ്ക്കുമ്പോഴും കേരളം ഒന്നാമത് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ മാത്രം കാര്യം എടുക്കാം, ഒരു ഉദാഹരണം പോലെ. എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുടെ വികസനത്തിന് കേന്ദ്ര ഫണ്ട് അനുവദിക്കപ്പെടാത്തത്? 5 ലക്ഷം രൂപ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ വികസനത്തിന് വേണ്ടി രാജ്യമൊട്ടാകെ കൊടുക്കുന്നുണ്ട്. മറ്റെല്ലാ സംസ്ഥാനത്തിലും അത് കൊടുക്കും, കേരളത്തിൽ മാത്രം അത് കിട്ടില്ല. അവരുടെ സർവേയിൽ
5 ലക്ഷം രൂപ കൊണ്ട് നടത്തേണ്ട വികസനത്തിനപ്പുറത്തേക്ക് 50 ലക്ഷത്തിൻ്റെ വികസനങ്ങളുള്ള, ഇൻഫ്രാസ്ട്രക്ചറുള്ള, ഡോക്ടർമാരുള്ള, നഴ്സുമാരുള്ള, അവർക്ക് ശമ്പളം കൊടുക്കുന്ന, മരുന്നുകളുള്ള, ഫെസിലിറ്റികളുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളാണ് കേരളത്തിൽ. പിന്നെ എന്തിനാ ഈ 5 ലക്ഷം തരുന്നത്? അതുകൊണ്ട് കേരളത്തിനില്ല. ലൈഫ് മിഷൻ്റെ വീടുകൾ 1,75,000 രൂപ വെച്ചിട്ട് പ്രധാനമന്ത്രിയുടെ പദ്ധതിയുണ്ട്. നമുക്കറിയാം ആ പൈസ കൊണ്ട് എവിടം വരെ തീരും ഇന്നൊരു വീട്? കേരളത്തിൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് ആ പൈസ കൊണ്ട് എവിടെ തീരും ഒരു വീട്? 4 ലക്ഷം രൂപയിൽ 2 മുറിയും അടുക്കളയും ലിവിങ് സ്പേസും ബാത്റൂമുമുള്ള അടച്ചുറപ്പുള്ള ഒരു വീട് പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ സംഭാവനയോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ബാക്കി പൈസ ഇട്ടുകൊണ്ട് കേരളം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ പ്രധാനമന്ത്രിയുടെ ചാപ്പ കുത്തി ആത്മവിശ്വാസം നശിച്ച് കേരളത്തിലെ ജനങ്ങൾ ജീവിക്കണം. അവിടെ ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രി പറഞ്ഞു, ചാപ്പ കുത്തി ഒരു വീട്ടിൽ കേരളീയൻ ജീവിക്കേണ്ടതില്ല. ഈ വ്യത്യാസങ്ങൾ കേരളത്തിൻ്റെ മണ്ണിലുള്ളതാണ്. ഞാനിങ്ങനെ വലിയ പ്രബുദ്ധതയുള്ളൊരു സദസ്സായതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് മാത്രം പറഞ്ഞു പോകുന്നത്. ഇതൊരു ബദലാണ്, ഇതൊരു സൂചികയാണ്. കർഷക നിയമം ഇവിടെ വന്നപ്പോൾ കർഷകർ സമരം ചെയ്തു. ചെങ്കൊടി എന്തി ഇന്ത്യയിലെ കർഷകർ മുഴുവൻ, അധ്വാനിക്കുന്നവർ മുഴുവനായിട്ട് ചെയ്ത സമരത്തിൻ്റെ മുന്നിൽ ഒന്ന് പതറി കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ ചെങ്കൊടി പാറുന്ന ഇടങ്ങൾ മുഴുവൻ നാളെ പതറിച്ചയുടെ ഇടങ്ങളാണ്. ഇന്നലെ ഞാൻ പ്രസംഗിച്ച പോലെ സൈബർ ആക്രമണങ്ങൾ മുഖങ്ങളില്ലാതെ വരുമ്പോൾ, പേരുകളില്ലാതെ വരുമ്പോൾ, കള്ള പേരുകളിൽ വരുമ്പോൾ, പ്രൊഫൈൽ ഇല്ലാതെ വരുമ്പോൾ അത് മനുഷ്യൻ്റേതല്ല. നമുക്കൊരു കേസ് കൊടുക്കാൻ പോലും അവിടെ ഒരു ക്രെഡിറ്റ് ഇല്ല. അങ്ങനെ ക്രെഡിറ്റുള്ള മനുഷ്യൻ്റെ മുഖമുള്ള, മനുഷ്യൻ്റെ ശബ്ദമുള്ള കേരളത്തിലുള്ള ഒരു മനുഷ്യനും എനിക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശബ്ദങ്ങളുടെ നേരെ ആക്രമണം നടത്തുന്നില്ല. കേരളത്തിലെ സംഘപരിവാർ എന്ന് പറയുന്ന പ്രവർത്തകരും കേരളത്തിലെ BJP എന്ന് പറയുന്ന പ്രവർത്തകരും അതിനേക്കാൾ കൂടുതൽ സാംസ്കാരിക തലമുള്ളവരാണ്. അതാണ് കേരളം. അതിനേക്കാൾ കൂടിയ സാംസ്കാരിക തലമുള്ളവരാണ്. അതാണ് കേരളം. അതിനെയാണ് ഭയപ്പെടുത്തുന്നത്, അതിനെയാണ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനെതിരെയാണ് നമ്മുടെ ജാഗ്രത വേണ്ടത്. അതിനെതിരെയുള്ള ജാഗ്രതകളുടെ ഏറ്റവും വലിയ ഇടം ഇത്തരം പഠന കേന്ദ്രങ്ങൾ തന്നെയാണ്, പഠനങ്ങൾ തന്നെയാണ്, ലൈബ്രറികൾ തന്നെയാണ്. കേരളത്തിലെ അക്ഷരാഭ്യാസമുള്ള, നമുക്കറിയാം, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഒരു യൂണിറ്റ് എടുത്താൽ ആ യൂണിറ്റിൽ ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെടും. ഇല്ലേ? എഴുതുന്നവരുണ്ടെങ്കിൽ അയാളുടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെടും. എന്താ അതിൻ്റെ ലക്ഷണം? അക്ഷരമറിയാം, അക്ഷരങ്ങളെ കൂട്ടിച്ചേർത്ത് ആശയങ്ങൾക്ക്, തൻ്റെ ഉള്ളിൽ വരുന്ന വികാരങ്ങൾക്ക്, ആശയങ്ങൾക്ക്, വിചാരങ്ങൾക്ക് ഘടനാപരമായി സംവേദനശേഷി കൊടുത്തുകൊണ്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ അറിയാം. അതിനെല്ലാം ഉപപ്പുറത്തേക്ക് തൻ്റെ ഉള്ളിലുണ്ടാകുന്ന പുരോഗമനപരമായ, ശാസ്ത്രീയപരമായ യുക്തിചിന്തകളെ, മനുഷ്യചിന്തകളെ, കാൽപ്പനിക പ്രണയങ്ങളെ, കാൽപ്പനിക ഭാവങ്ങളെ മറ്റൊരാളുടെ മുന്നിലേക്ക് കൊടുക്കാനുള്ള ആത്മവിശ്വാസമുണ്ട്. ഇത് നാളെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള നടത്തത്തിന് ഏറ്റവും വലിയ സംഭാവനയാകും. ഞാനിവിടെ ജീവിച്ചിരുന്നു എന്ന് പറയാനുള്ള പ്രഖ്യാപനമാവണം എന്ന് പറയുന്ന ഇച്ഛാശക്തിയുണ്ട്. PP രാമചന്ദ്രൻ കവി പറഞ്ഞ പോലെ ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നറിയാൻ മധുരമുള്ള ഒരു കൂവൽ മതി എന്ന് പറഞ്ഞ പോലെ, അങ്ങനെ മധുരമായി ഒന്ന് കൂവി ഞാൻ ഈ ലോകം വിട്ട് പോകണമെന്ന് ചിന്തിക്കാൻ പറ്റുന്ന ആർജവമുള്ള കേരളമുണ്ട്. ആ കേരളത്തിൻ്റെ മേലെ വർഗീയതയ്ക്കിടമില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ്, ഒറ്റപ്പെടുത്തലുകൾക്കിടമില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ്, പാർശ്വവൽക്കരണങ്ങൾക്കിടമില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ്, വിദ്യാഭ്യാസ നിഷേധങ്ങൾക്കിടമില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ്, സാംസ്കാരികപരമായ മൂല്യശോഷണങ്ങൾക്കിടമില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് നാദാപുരത്ത് അങ്ങനെ ഒരു പ്രസംഗം നടത്തിയതിന് ശേഷം 29ാമത്തെ വേദിയിൽ ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ അതുണ്ടാവുന്നില്ല. പൊതുനിരത്തിൽ വഴിയരികിൽ വെള്ളം എടുക്കാൻ പോകുമ്പോൾ, ഭക്ഷണം എടുക്കാൻ പോകുമ്പോൾ, കുഞ്ഞിനെ തേടിപ്പോകുമ്പോൾ ഒരു സ്ത്രീ, അമ്മ നഗ്നയാക്കി തെരുവിൽ ഇഴക്കപ്പെട്ട് കൊലപാതകം ചെയ്യുന്ന ചിത്രവും ഇന്ത്യയുടേതാണ്. അതുകൊണ്ടാണ് ഫെഡറൽ സംവിധാനങ്ങളെ, ഫെഡറൽ അവകാശങ്ങളെ മുഴുവൻ ഉപരോധത്തിൻ്റെ രീതിയിൽ, സാമ്പത്തിക ഉപരോധത്തിൻ്റെ രീതിയിൽ, രാഷ്ട്രീയ ഉപരോധത്തിൻ്റെ രീതിയിൽ, സാംസ്കാരിക ഉപരോധത്തിൻ്റെ രീതിയിൽ കേരളത്തെ ഇങ്ങനെ മുറുക്കുന്നത്. അവിടെ മുഖ്യമന്ത്രിയും, ഇരട്ടച്ചങ്കനായ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും അവരുടെ ഉദ്യോഗസ്ഥ വൃന്ദവും മാത്രമല്ല സജ്ജമാകേണ്ടത്.
അങ്ങനെ ഒരു അധികാര ശ്രേണി സജ്ജമായാൽ മാറുന്നതല്ല. ഇന്ത്യയുടെ ഭരണഘടനയെ ചോദ്യം ചെയ്തുകൊണ്ട്, ഫെഡറൽ സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, ഒരു സ്റ്റേറ്റിൻ്റെ ജനതയുടെ ഒന്നാകെ അവകാശങ്ങൾക്ക് മേലെ ധ്വംസനം നടത്തുന്നതിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് അങ്ങനെ ഒരു അധികാരവർഗം മാത്രം പോരാ. പാർലമെൻ്ററി അധികാരത്തിൻ്റെ, പാർലമെൻ്ററി ഭരണക്രമത്തിൻ്റെ എല്ലാ പദ്ധതികളുമായിട്ട്, വികസന അജണ്ടകളുമായിട്ട്, ഒരു നവവൈജ്ഞാനിക കേരളത്തിൻ്റെ മധുര സ്വപ്നങ്ങളും പരിപാടികളുമായിട്ട് സർക്കാർ മുമ്പിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഓരോ ഏടുകളും, ഓരോ ഇടങ്ങളും, ഓരോ പിൻ പോയിന്റുകളും ഏറ്റെടുക്കുന്ന രീതിയിലോട്ടുള്ള ജാഗ്രതായ ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ, സ്നേഹത്തിൻ്റെ, ആർദ്രതയുടെ പ്രതിരോധം അത് മലയാളിയുടെ ഉത്തരവാദിത്തമാണ്. 126 പേർക്ക് വേണ്ടി മാത്രം കേന്ദ്ര സംവിധാനം ഭരിക്കപ്പെടുമ്പോൾ, ഭരണം നടത്തുമ്പോൾ 140 കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദമായി കേരളം മാറണം എന്നുള്ളിടത്താണ് നമ്മളുടെ ഇത്തരത്തിലുള്ള സർഗസന്ധ്യകൾ, ഐക്യദാർഢ്യ സന്ധ്യകൾ, ഐക്യദാർഢ്യ ചിന്തകൾ, പഠനങ്ങൾ, കാഴ്ചപ്പാടുകൾ എല്ലാം ഫലവത്താവുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എനിക്ക് തരുന്ന ഈ സ്നേഹത്തിന് ഞാൻ അതിൻ്റെ എല്ലാ വലിപ്പത്തിലും, അതിൻ്റെ ആർദ്രതയിലും, അതിൻ്റെ കരുതലിലും, അതിൻ്റെ എല്ലാ വികാരപരമായ ഭാവങ്ങളോട് കൂടി ഞാൻ ചേർത്ത് നിർത്തിക്കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.